HMD എന്ന ബ്രാൻഡിൻ്റെ HMD XR21 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMD XR21 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ HMD XR21 6.49 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 52,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് വരുന്നത് 550 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അതും കൂടിയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 52,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ 15,000 രൂപയ്ക്ക് താഴേക്കാണ് ഈ ഒരു പ്രോസസ്സർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ അവർ ഈ ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന പുതിയൊരു ഫോണിൽ അവർക്ക് Android 14 സോഫ്റ്റ്വെയർ തന്നെ കൊടുക്കായിരുന്നു. പിന്നെ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 4800 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, മുമ്പ് നോക്കിയ XR21 എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു പുതിയ ഫോൺ എന്ന് പറയുന്നത് അവർ ജസ്റ്റ് റീബ്രാൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. പഴയ നോക്കിയയുടെ ആ ഒരു ഫോൺ തന്നെയാണ്, പക്ഷേ പുതിയൊരു പേരിൽ അവർ ഇറക്കി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 499.99 യൂറോസ് ആണ്. അതായത് 52,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ പഴയ നോക്കിയയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ XR21 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പുതിയ ഫോൺ അവർ റീബ്രാൻഡ് ചെയ്തപ്പം വില കുറച്ചും കൂടി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതും പഴയ ഫോണിൻ്റെ വില കുറച്ചും കൂടി അവർ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കിയ ബ്രാൻഡ് HMD ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി നോക്കിയയുടെ ഫോണുകൾ HMD ബ്രാൻഡിങ്ങിലായിരിക്കും ഇറങ്ങുക. ഇപ്പം നോക്കിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിലാണ് അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാറ്. അപ്പം HMD എങ്ങനെ പ്രൈസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് അറിയില്ലായിരുന്നു. ഈ ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ മനസ്സിലായി അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിൽ തന്നെ ആയിരിക്കും അവർ ഫോണുകൾ ലോഞ്ച് ചെയ്യുക. ചിലപ്പം ഇവൻ നോക്കിയയുടെ ഫോണുകളെക്കാളും കൂടിയൊരു പ്രൈസിങ്ങിൽ അവർ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും HMDയുടെ HMD XR21 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ തന്നെയായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ നമുക്ക് ഇവൻ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും HMD XR21 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.